ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാത്രിയിൽ അമ്പാട്ട് വീട്ടിൽ എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. അച്ചുവിനെ കാണാതെ വരുമ്പോൾ അച്ഛന് ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളെ നീ പോയി മാമിനെ വിളിച്ചിട്ട് വായോ, ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ്. പിന്നീട് ചിന്നു പോയി അച്ചുവിനെ നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ അച്ചുവിനെ കാണുന്നില്ല. അച്ചുവിന്റെ ബൈക്കിന്റെ ചാവിയും കാണുന്നില്ല. പേടിച്ചുകൊണ്ട് ചിന്നു വന്ന് അത് എല്ലാരോടും പറയുന്നുണ്ട്. അവിടെ മാമനെ കാണാനില്ല, ബൈക്കിന്റെ ചാവിയും ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ട് എല്ലാവർക്കും തന്നെ ആകെ പേടിയാവുന്നുണ്ട്. ടെൻഷൻ അടിച്ച് അർച്ചന പറയുന്നുണ്ട്, ഇനി അവൻ ചന്ദ്രകാന്തത്തിലേക്ക് എങ്ങാനുമാണോ പോയിരിക്കുന്നത്, അവിടെ പോയാൽ വലിയ പ്രശ്നമാവും. അവള് രണ്ടുപേരും ചെന്ന് അവൻ എവിടെയെന്ന് അന്വേഷിക്കുകയെന്ന് അർച്ചന മുകുന്ദനോടും അനന്തനോടും പറയാണ്. പിന്നീട് അച്ചുവിനെ തിരഞ്ഞ് മുകുന്ദനും അനന്തനും കൂടി പോകുന്നുണ്ട്. രാത്രിയിൽ വിജയ് ശങ്കറും ചന്ദ്രയും സത്യനും വിമലയും എല്ലാം ുവിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഇവനെന്തായാലും ബുദ്ധിയുണ്ട്, അച്ചുവിനെ ഓർത്തിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. നമ്മുടെ കെട്ടുകൾ പൊട്ടിച്ച് അവൾക്ക് ഇനി പുറത്തു കിടക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. എന്തായാലും അവൾ മിടുക്കിയാണെന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവളുടെ ആ മിടുക്കിലും ബുദ്ധിയിലാണ് നമ്മൾ സംശയിക്കേണ്ടത്. അവളുടെ തീരുമാനങ്ങളെല്ലാം അംഗീകരിക്കുന്നത് പോലെ അവൾ ചിലപ്പോൾ അഭിനയിക്കുന്നതായിരിക്കും. അവളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും കണക്കുകൂട്ടലുണ്ടാവുമെന്ന് ചന്ദ്ര പറയുമ്പോൾ സത്യൻ പറയുന്നുണ്ട്, എനിക്കും ചന്ദ്ര ചേച്ചി പറയുന്നതിനാണ് യോജിപ്പ്. എന്തായാലും രുക്കു അയച്ച മെസ്സേജ് അച്ചു കേട്ടിട്ടുണ്ട്. അവളുടെ അറ്റകൈ പ്രയോഗമാണ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഇതിനെതിരെ അച്ചു എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്യുമെന്ന് ഉറപ്പാണ്. ചിലപ്പോൾ ഇന്ന് രാത്രി ഇവിടെ കയറാൻ ചാൻസ് ഉണ്ട്. മുളക്കി ഉണ്ടായിട്ടും അവൻ ഈ വീട്ടിൽ കയറി രുക്കുവിനെ കണ്ടതാണ് ഇതിനു മുന്നേ. എന്തായാലും നല്ല ഗട്ട്സ് ആണ്. സത്യം പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, നിനക്കെന്താ സത്യ, പേടിയാണോ എന്ന് ചോദിക്കുകയാണ്. സത്യനൊപ്പം പറയുന്നുണ്ട്, എനിക്ക് പേടി അച്ചുവിനെ അല്ല, രുക്കുവിനെ തന്നെയാണ്. ഇങ്ങനെ പൂച്ചയെ പോലെ പതുങ്ങിയിരുന്ന സമയമാവുമ്പോൾ എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യുമെന്ന് സത്യം പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അവൾ സ്വയം ജീവനെടുക്കേണ്ടി വരില്ല, ഞാൻ തന്നെ അവളെ കൊല്ലും. ഈ കരുതുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. എന്തായാലും മനമാറ്റം ഉണ്ടായിട്ടുണ്ട്, അതാണ് ഈ ഡൈനിങ് ടേബിളിൽ നമ്മളിപ്പോൾ കണ്ടത്. വിജയ് ശങ്കർ പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ഏട്ടന്റെ നിരീക്ഷണങ്ങൾ ശരിയോ തെറ്റോ ആയിക്കോട്ടെ, എന്നാലും നമുക്ക് എപ്പോഴും ഇതിന്റെ മേലൊരു കണ്ണുണ്ടാവണം, ജാഗ്രതയോടെ ഇരിക്കണം എന്ന് പറയാണ്. അതിനുശേഷം മുകുന്ദനും അനന്തനും കൂടി ബൈക്ക് എടുത്ത് അച്ചുവിനെ നോക്കാനായി പോവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അച്ചു മദ്യപിച്ച് വരുന്നത്. അച്ചുവിന്റെ സംസാരം കേട്ട് അവര് ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് പറ്റിയേ, നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നീ എന്താ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, അതെ ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ബന്ധമില്ലാത്ത കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. ഇത് കണ്ട് മുകുന്ദനും അനന്തനും ആകെ പേടിയാവുന്നുണ്ട്. ചേച്ചി ഇത് കാണണ്ട, ഇത് സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അനന്തനും മുകുന്ദനും കൂടി ഇവനെ പിടിച്ച് അടുക്കള വാതിലിൽ കൂടെ കൊണ്ടുപോവുകയാണ്. അച്ചു വാതിലടയ്ക്കാനായി നിൽക്കുമ്പോഴാണ് അച്ചുവിനെയും കൊണ്ട് അവരങ്ങോട്ടേക്ക് വരുന്നത്. അച്ചുവിനെ ആ സ്ഥിതിയിൽ കണ്ട് മഞ്ജുവിനും രമിക്കും ആകെ പേടിയാവുന്നുണ്ട്. പിന്നീട് അനന്തനും മുകുന്ദനും ഇനിയത് ചേച്ചിയോട് പറയണ്ട, ഇവനെ ഞങ്ങൾ റൂമിലേക്ക് കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവാനായി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ആ കണ്ടോ ഇവനെ, എവിടെയായിരുന്നു ഇവൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബോധമില്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് എനിക്ക് സംശയം തോന്നി, ഇവൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അനന്തനോടും മുകുന്ദനോടും. അപ്പൊ പറയുന്നുണ്ട്, അതൊന്നുമില്ല ചേച്ചി, ഞാൻ മനപ്രയാസം മാറാൻ ശകലം കള്ളുകുടിച്ചു എന്ന് പറയുമ്പോൾ കേട്ട് അർച്ചന ആകെ ഷോക്കാവുകയാണ്. പിന്നീട് അച്ചുവിന്റെ അടുത്തേക്ക് പോയി, കുടിച്ചല്ലേ, നിനക്കിതിനെ എങ്ങനെ തോന്നി, ഇങ്ങനെ കുടിച്ച് എന്റെ മുന്നിൽ വരാൻ നിനക്ക് എങ്ങനെ തോന്നിയെന്നൊക്കെ പറഞ്ഞ് അച്ചുവിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അർച്ചന. അറിഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നുണ്ട്, എനിക്കിനി ഇതൊന്നും കാണാൻ വയ്യ, അവനെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയെന്നൊക്കെ പറയുമ്പോ അവനും മുകുന്ദനും കൂടി അച്ചുവിനെ അവിടെ നിന്നും പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. രമ്യപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, ചേച്ചി സങ്കടപ്പെടാതെ, അവനൊരു അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അച്ചുവിനെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി എന്റെ ചെരുപ്പും വാച്ചെല്ലാം അഴിച്ച് മുകുന്ദനും അനന്തനും കൂടി അച്ചുവിന്റെ അടുത്ത് അങ്ങനെ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനെയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോഴാണ് ചിന്നു അങ്ങോട്ട് വരുന്നത്. ചിന്നു അർച്ചനയെ കെട്ടിപ്പിടിച്ച് അർച്ചനയെ കുറെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് വിജയ് ശങ്കറും സത്യനും കൂടി രുക്കുവിന് കാവലായി വീടിന് പുറത്ത് അങ്ങനെ നിൽക്കുകയാണ്. ചിന്നു ഈ രാത്രിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വെറുതെ വിടില്ലെന്നൊക്കെ സത്യൻ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്. പിന്നീട് സീതമ്മ ഇല്ലിച്ചന് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആര്യയും ആരോമലും വരുന്നത്. പിന്നീട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയും വിമലയും അപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, നേരം കുറെ ആയില്ലേ, സീതമ്മയും വല്യച്ഛനും പോയി കിടക്ക്, നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിന്ന് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് കിടക്കുന്നതെന്ന്. പിന്നീട് സീതമ്മയും ആരോമലും വല്യച്ഛനും കിടക്കാനായി റൂമിലേക്ക് പോവുകയാണ്. അതിനുശേഷം ചന്ദ്രയും ആര്യയും വിമലയും കൂടി രാത്രി മുഴുവൻ രുക്കുവിന് കാവലായി ഉറങ്ങാതെ ഇരിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രുക്കു വരുന്നത്. രുക്കു വന്ന് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, 10 മണിക്കാണ്
മണിക്കാണ് പുറപ്പെടാൻ നിശ്ചയിച്ചിരിക്കുന്നത്. 6 മണിക്ക് തന്നെ നീ റെഡിയായി നിൽക്കണം, ബ്യൂട്ടീഷ്യൻ വരുമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ചോദിക്കുന്നുണ്ട് രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാണ് ഇനി അമ്പലത്തിലേക്ക് പോകുന്നത്? വഴിപാടുകളും വിജയേട്ടൻ നോക്കിയിട്ടുണ്ട്. അളെ ഗണപതി ഹോമത്തിനും കൊടുത്തിട്ടുണ്ട്. അളെ ഞങ്ങൾ പോയി പ്രസാദം വാങ്ങിച്ചോളാം. ചന്ദ്ര പറയുമ്പോ രുക്ക് പറയുന്നുണ്ട് എന്നാ ശരി, എപ്പോഴാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. എന്തായാലും ഞാൻ പോയി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് രുക്ക് അവിടെ നിന്നും പോവുകയാണ്. അപ്പൊ ചന്ദ്രയോട് പറയുന്നുണ്ട് എന്നാലും രുക്കുവിന്റെ മാറ്റം കണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമുക്ക് പേടിക്കണ്ടല്ലോ എന്ന് പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് ആര് പറഞ്ഞു പേടിക്കണ്ട എന്ന്. റൈറ്റ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. നീ എന്തായാലും രാത്രി മുഴുവൻ ഫുൾ ടൈം അവളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പറയുമ്പോ ആര്യ പറയുന്നുണ്ട് ഞാൻ ഏറ്റവും അമ്മേ, എന്റെ കയ്യിലൊരു ബുക്കുണ്ട്, അത് വായിച്ചാൽ എനിക്ക് പിന്നെ ഉറക്കം തന്നെ വരില്ല എന്ന് പറയാണ്. അതിനുശേഷം വിജയ് ശങ്കറും സത്യനും വീടിന് പുറത്ത് തന്നെ കാവലായി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് കട്ടൻ ചായ ആയിട്ട് വരുന്നുണ്ട്. വിമൽ എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോ ആരും വരാനൊന്നും പോകുന്നില്ല, നിങ്ങള് വന്ന് കിടന്നോ എന്ന് പറയുമ്പോ സത്യം പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ രാത്രി ഉറക്കം വരില്ല, നീ പോയി എന്തായാലും കിടന്നോ എന്ന് പറയാണ്. വിജയ് ശങ്കറിനോടും സത്യം പറയുന്നുണ്ട് ചേട്ടൻ പോയി കിടന്നോ, ഇവിടെ നിന്നോളാം, രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ എന്നൊക്കെ പറയുമ്പോ വിജയ് ശങ്കറും പറയുന്നുണ്ട് ഇനിയിപ്പൊ കിടന്നാലും ഉറക്കൊന്നും വരില്ല, ഞാനും ഇവിടെ നിൽക്കാമെന്ന് പറയാണ്. അതിനുശേഷം ചന്ദ്ര രുക്കുവിന്റെ റൂമിന് മുന്നിൽ രുക്കുവിന് കാവലായി അങ്ങനെ നിൽക്കുകയാണ്. ആര്യാണെങ്കിൽ രുക്കുവിന്റെ അടുത്ത് ഇരുന്ന് രുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. രുക്ക് നല്ല ഉറക്കത്തിലായിരിക്കും. ചന്ദ്ര അപ്പോൾ ആര്യയോട് ചോദിക്കുന്നുണ്ട് അവൾ ഉറങ്ങിയോ എന്ന്. ആര്യ പറയുന്നുണ്ട് ആ ഉറങ്ങി എന്ന് പറയുമ്പോ ചന്ദ്ര രുക്കുവിന്റെ അടുത്തേക്ക് വന്ന് രുക്കു എന്ന് വിളിക്കുകയാണ്. രുക്കു ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. എന്നിട്ട് ആര്യയോട് പറയുന്നുണ്ട് നീ ഉറങ്ങിപ്പോവരുത്, ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറയുമ്പോ ആര്യ പറയുന്നുണ്ട് രാവിലെ തന്നെ ഇവിടെ ഇരിക്കും, ഈ ബുക്ക് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അതും വായിച്ചുകൊണ്ട് ആര്യ അങ്ങനെ ഇരിക്കുകയാണ്. അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.